കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം മഹത്വപ്പെടുമാറാകട്ടെ. JCNDSD അഥവാ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശമെന്ന വാട്സാപ്പിലൂടെ നിത്യജീവ മൊഴികൾ എന്ന പരമ്പരയിൽ ഒരു പ്രാവശ്യവും കൂടി കടന്നു വരുവാൻ അനുവദിച്ചതായ കൃപാലുവായ ദൈവത്തിന് അനേകായിരം സ്തോത്രം കരേറ്റുന്നു. അവസരം നൽകിയ ആത്മന്മാർക്കും എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം നമ്മളെ ഇത്രത്തോളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തോർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നൊക്കെയും വിടുവിച്ച ദൈവത്തിന് നമുക്ക് നന്ദി കരേറ്റാം. സ്തോത്രം. ഇന്ന് വീണ്ടും നമ്മൾ ചിന്തിക്കുന്നു മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ ജോസഫിന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ശേഷം അവർ കൂടി വരും മുൻപേ പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായി എന്ന് കണ്ടു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ ജോസഫിന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ശേഷം അവർ കൂടി വരും മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. സ്തോത്രം. നാം ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തെ ആധാരമാക്കി അല്പമായി നമുക്ക് ചിന്തിപ്പാൻ കർത്താവിൽ അടിയൻ ശരണപ്പെടുകയാണ്. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 31 നാം വായിക്കുന്നു. 30 മുതൽ വായിക്കുന്നു. മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകുകയില്ല. 34 തൊട്ട് വായിക്കുമ്പോൾ മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. വീണ്ടും നാം വായിക്കുമ്പോൾ, തുടർന്ന് വായിക്കുമ്പോൾ, മറിയയുടെ വന്ദന എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. സ്തോത്രം. വീണ്ടും നാം വായിക്കുമ്പോൾ നമുക്ക് അവിടെ പിന്നെയും കാണാൻ കഴിയുന്നതായ ഒരു കാര്യം. 67-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ്റെ അപ്പനായ സെഖരിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പ്രവചിച്ച് പറഞ്ഞു. സ്തോത്രം. ഇവിടെയെല്ലാം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, വായിച്ചതിൻ്റെ താല്പര്യം, യേശുക്രിസ്തുവിൻ്റെ ജനനം പരിശുദ്ധാത്മാവിൽ ആയിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അപ്പോൾ തന്നെ ദൈവദാസന്മാർ സ്തോത്രം സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തതായി നമുക്ക് അവിടെ കാണുവാൻ കഴിയും. സ്തോത്രം. നമ്മൾ വായിക്കുന്നതായ ഈ ഭാഗങ്ങളിൽ നമുക്ക് വ്യക്തമായ ഒരു കാര്യം വെളിപ്പെട്ട് കിട്ടുന്നതായി, പരിശുദ്ധാത്മാവ് അപ്പോൾ തന്നെ പല വ്യക്തികളുടെ മേലും വ്യാപരിക്കുന്നതായി കാണാം. 2:25 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെയും നമുക്ക് കാണുവാൻ കഴിയും. യെരുശലേമിൽ ശിമോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു.
കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. സ്തോത്രം. ഇപ്പോൾ പഴയ നിയമത്തിൽ പല വ്യക്തികളും പരിശുദ്ധാത്മാവ് നിറഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ശിമോനെ കാണാം, യോഹന്നാൻ സ്നാപകനെ കാണാം. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്നത് ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ, സ്തോത്രം, ഗർഭത്തിൽ തന്നെ വെച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ എന്നാണ്. എന്നാൽ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൽ ജനിക്കുമ്പോൾ, സ്തോത്രം, സ്നാപക യോഹന്നാൻ പരിശുദ്ധാത്മാവിൽ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് നിറയുന്നവനുമാകുന്നു. സ്തോത്രം. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം യേശു ക്രിസ്തുവിൻ്റെ ജനനം പരിശുദ്ധാത്മാവിലാകുന്നു എന്ന് പറയുമ്പോഴും, സ്തോത്രം, സ്നാപക യോഹന്നാനിലും എലിസബത്തിലും ശിമോനിലും സഖരിയാവിലുമൊക്കെയും പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് തൃത്വത്തിൽ മൂന്നാമനായി വരുന്നത്? സ്തോത്രം. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ എന്നിരിക്കുമ്പോൾ, ദൈവം ഒരുവനല്ലോ എന്ന്, ദൈവമോ ഒരുവൻ മാത്രമെന്ന് പഠിപ്പിക്കുമ്പോൾ, സ്തോത്രം, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ, സ്തോത്രം, ഇവിടെ പരിശുദ്ധാത്മാവിലാണ് ജനിക്കുന്നത്. ഇതിൻ്റെ സാരം എന്താണ് എന്നാണ് നാം അറിയേണ്ടത്. സ്തോത്രം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് എന്താണ് എന്നതാണ്. സ്തോത്രം. ആരാകുന്നു എന്നാണ് നമ്മൾ, സ്തോത്രം, യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 13-ഉം 16-ാം അധ്യായത്തിൻ്റെ 7-ഉം 14-ന്റെ 26-ഉം നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 13, സ്തോത്രം, നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെയൊരു കാര്യം നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ 16-ന്റെ 13 വായിക്കുന്നു, സ്തോത്രം, നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പല കാര്യങ്ങളെയും കുറിച്ച് സംസാരിച്ചു. ഇവിടെ പറഞ്ഞത്, പിതാവിനെയും എന്നെയും അറിയായ്ക കൊണ്ട് ഇങ്ങനെ നിങ്ങൾ ചെയ്തു. സ്തോത്രം. അതിൻ്റെ നാഴിക വരുമ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആദിയിൽ ഇത് നിങ്ങളോട് പറഞ്ഞത് ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കൊണ്ടത്രേ. ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു. സ്തോത്രം. നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും എന്ന് പറഞ്ഞു. സ്തോത്രം. 15-ന്റെ 26 വായിക്കുമ്പോൾ, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദ്യം മുതൽ എന്നോട് കൂടെ ഇരിക്കൊണ്ട് സാക്ഷ്യം പറവിൻ. സ്തോത്രം. 15-ന്റെ 26 അങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്കയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദ്യം മുതൽ എന്നോട് കൂടെ ഇരിക്കൊണ്ട് സാക്ഷ്യം പറയും. 15-ഉം 16-ഉം അധ്യായങ്ങളിൽ
നാം വായിക്കുന്നു. 16:7 നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അപ്പോൾ സത്യത്തിൻ്റെ ആത്മാവ് കാര്യസ്ഥനാകുന്നു. സ്തോത്രം. അത് പരിശുദ്ധാത്മാവെന്ന് 14:26 രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ സ്തോത്രം 14:26 ഇങ്ങനെ നാം വായിക്കുന്നു: ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ച് തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. സ്തോത്രം. എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ. അപ്പം യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരുന്നതും മാത്രമല്ല സകലതും ഉപദേശിച്ചു തരുന്നതും. സ്തോത്രം. നിങ്ങളോട് പറഞ്ഞതൊക്കെയും, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതൊക്കെയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത് സ്തോത്രം ഈ പരിശുദ്ധാത്മാവാണ്. സ്തോത്രം. അതുകൊണ്ട് സത്യത്തിൻ്റെ ആത്മാവെന്നും കാര്യസ്ഥനെന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ ആകുന്നു എന്ന് പറയുവാനാണ് ഞാനിത് സ്തോത്രം വായിച്ചത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് സ്തോത്രം, ഈ പരിശുദ്ധാത്മാവിൽ യേശു ക്രിസ്തു ജനിക്കുന്നു. സ്തോത്രം. എന്താണ് അതിൻ്റെ അർത്ഥമാക്കുന്നത്? സ്തോത്രം. ശിയായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനത്തിൽ നാം വായിക്കുന്നു. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയിൽ 1-ാം അധ്യായത്തിൻ്റെ 4 നാം വായിക്കുന്നു: ഏറെ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കും. സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. യോവേൽ പ്രവചനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 28 മുതൽ വായിക്കുമ്പോൾ എൻ്റെ ആത്മാവ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യഹോവയുടെ ആത്മാവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിൽ യോവേൽ പ്രവാചകനിലൂടെ സ്തോത്രം ദൈവം സംസാരിക്കുകയാണ്. അത് എൻ്റെ ആത്മാവാണ്. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിൽ സ്തോത്രം ദൈവം തിരഞ്ഞെടുത്ത ഒരുക്കിയിരിക്കുന്ന ഒരു ജഡശരീരത്തിൽ യേശുവെന്ന പേരിൽ സ്തോത്രം പുരുഷനെ അറിയാത്ത സ്തോത്രം ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെടുന്ന സ്തോത്രം ഒരു ശരീരം അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്നു എന്നാണ്. ദൈവം ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ആ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ജനിക്കപ്പെടുന്നു. അവൻ്റെ ആത്മാവിനാൽ ജനിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അവൻ്റെ ആത്മാവിനാൽ തന്നെ എന്നാണ്. സ്തോത്രം. എന്നാൽ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്നത് അവൻ പരിശുദ്ധാത്മാവിൽ സ്തോത്രം ഹല്ലേലൂയ ഗർഭ ശിശുവായിരുന്നപ്പോൾ നിറഞ്ഞവനാകുന്നു. പരിശുദ്ധാത്മാവ് കൊണ്ട് ജനിക്കുന്നവനും പരിശുദ്ധാത്മാവ് നിറഞ്ഞവനും സ്തോത്രം രണ്ടാകുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞത് എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുന്നവൻ. സ്തോത്രം. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ്, ഈ സത്യത്തിൻ്റെ ആത്മാവ്, ഈ കാര്യസ്ഥനായ ആത്മാവ് സ്തോത്രം ഹല്ലേലൂയ
കർത്താവിൻ്റെ നാമത്തിൽ അയപ്പാൻ പോകുന്ന പരിശുദ്ധാത്മാവ്. സ്തോത്രം. കർത്താവിൻ്റെ ഹല്ലേലൂയ സ്തോത്ര കാര്യങ്ങളെ കർത്താവ് പറഞ്ഞത് ഗ്രഹിക്കാതിരുന്നപ്പോൾ സകലതും ഗ്രഹിപ്പിച്ചു തരുവാൻ തക്കവണ്ണം സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ കാര്യസ്ഥനായി അവരിൽ മേൽ വ്യാപരിക്കുന്നത് സ്തോത്രം ആരാകുന്നു എന്നതാണ് നമ്മുടെ ചിന്താവിഷയം. നമുക്ക് ഹല്ലേലൂയ സ്തോത്രം പിന്നെയും തിരുവെഴുത്തുകൾ പരിശോധിക്കുമ്പോൾ പോസ്റ്റ് പ്രവൃത്തി 1:16 യൂദയെക്കുറിച്ച് ദാവീദ് പരിശുദ്ധാത്മാവ് മുഖാന്തരം മുൻ തിരുവെഴുത്തുകൾ നിവൃത്തിയാകുവാൻ അല്ലെങ്കിൽ മുൻ പറഞ്ഞ തിരുവെഴുത്തുകൾ നിവൃത്തിയാകുവാൻ ആവശ്യമായിരുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യൂദയ്ക്ക് സംഭവിച്ചത് പരിശുദ്ധാത്മാവിൽ സംസാരിച്ച തിരുവചനത്തിൻ്റെ നിവൃത്തിയാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. സ്തോത്രം. രണ്ടാമതായി ഈ ആത്മാവ് യഹോവയുടെ ആത്മാവാകുന്നു എന്ന്, അല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് യഹോവയുടെ ആത്മാവ് തന്നെയാണ് എന്ന് യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 28 വായിക്കുമ്പോൾ നമുക്ക് ഇതേകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്നാണ്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 5:3 നമ്മൾ വായിക്കുന്നു, പരിശുദ്ധാത്മാവിനോട് കള്ളം കാണിച്ച അനന്യാസിനെ സഫീരിയെക്കുറിച്ചും അവിടെ പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. 5:9 സ്തോത്രം പറഞ്ഞിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 5:9 സ്തോത്രം ആ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ആണെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. വീണ്ടും 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 17 വായിക്കുമ്പോൾ കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ടവിടെ അതിനു മുമ്പ് പറയുന്നത്, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ഒരു മൂടുപടം കിടക്കുന്നു, അത് ക്രിസ്തുയേശുവിൽ അല്ലെങ്കിൽ നീങ്ങിപ്പോകുന്നു എന്നാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത് കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. സ്തോത്രം. യോഹന്നാൻ 4:24 വായിക്കുന്നു, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കണമെന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ദൈവം ആരാണ്? ആത്മാവാകുന്നു. സ്തോത്രം. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയുമാണ് ഈ മൂടുപടം വന്ന് കിടക്കുന്നത്. ഇത് ക്രിസ്തുവിൽ ആ മൂടുപടം നീങ്ങിപ്പോകുന്നു എന്നാണ്. സ്തോത്രം. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും യഹോവ എന്ന ദൈവം, യേശുവെന്ന് സ്തോത്രം യേശുവിനെ ദൈവമെന്നും ദൈവമല്ല എന്നൊക്കെയും കാണുവാൻ ഇടയാകുന്നതായ ആ മൂടുപടം, അവനെ പ്രവാചകനായിട്ടുമൊക്കെയും ചിന്തിക്കുന്നതായ ആ മൂടുപടം യേശു ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. കർത്താവ് എന്താണ്? ആത്മാവാകുന്നു, ദൈവം ആത്മാവാകുന്നു. പഴയ നിയമത്തിൽ യഹോവയുടെ ആത്മാവ് ആവസിക്കുന്നു എന്ന് പറയുന്നു, യഹോവയുടെ ആത്മാവിനാൽ പ്രവചിക്കുന്നു എന്ന് പറയുകയാണ്. എന്നാൽ അത് ഹല്ലേലൂയ പത്രോസ് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ പത്രോസ് പറയുകയാണ്, 1 പത്രോസ് 1:10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ്. അവരിലുണ്ടായിരുന്നതെല്ലാം ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. അതുകൊണ്ടാണ് ദാവീദ് കർത്താവ് തൻ്റെ കർത്താവിനോട് എന്ന് കർത്താവ് പറയുവാൻ കാരണമായത്. ദാവീദിലിരുന്നതും ഹല്ലേലൂയ ജോസഫിലിരുന്നതും അതുപോലെ തന്നെ മറ്റ് പ്രവാചകന്മാരിലെല്ലാം ഇരുന്നതായ ദൈവത്തിൻ്റെ ആത്മാവ് സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ ആത്മാവായിരുന്നു എന്ന് സ്തോത്രം പത്രോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. 1 പത്രോസ് ലേഖനം നമ്മൾ സ്തോത്രം വായിക്കുമ്പോൾ നമുക്ക് അവിടെ വ്യക്തമായി തിട്ടമായി അവിടെ എഴുതിയിരിക്കുകയാണ്, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ സ്തോത്രം അവർക്ക് ഹല്ലേലൂയ ഈ സത്യം വെളിപ്പെടുത്തി. സ്തോത്രം. അവർക്ക് ഹല്ലേലൂയ
അവരുടെ ഉപദേശം സ്തോത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞതായിരുന്നു. 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി സ്തോത്രം ഹല്ലേലൂയ 4-ാം വാക്യം 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ആവസിച്ചു. അന്ത്യകാലത്ത് സകല ജഡത്തിനും മേലെ എൻ്റെ ആത്മാവിനെ പകരും, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും എന്നുള്ളതായിരിക്കുന്ന പ്രവചനത്തിൻ്റെ നിവർത്തി സ്തോത്രം അവിടെ ഹല്ലേലൂയ സ്തോത്രം കാണുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവർ സംസാരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ട് അവരുടെ ഉപദേശം, അവർക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ, കർത്താവ് പറഞ്ഞ കാര്യം, കർത്താവ് പറഞ്ഞു എന്നെക്കുറിച്ചും പിതാവിനെക്കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായി അറിയുവാൻ കഴിയുന്നില്ല. ഇത് സ്തോത്രം ഇങ്ങനെ അവർക്ക് മറഞ്ഞിരുന്ന സത്യങ്ങൾ കർത്താവ് പറഞ്ഞതായ കാര്യം അവരെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരന്മാരുടെ സ്തോത്രം നമ്മളത് മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവായ ദൈവം പറഞ്ഞതായ പല കാര്യങ്ങളും അവർക്ക് വെളിപ്പെടാതിരുന്നപ്പോൾ സ്തോത്രം പരിശുദ്ധാത്മാവ്, സത്യത്തിൻ്റെ ആത്മാവെന്ന, കാര്യസ്ഥനെന്ന ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ, യഹോവയുടെ ആത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ, പ്രവചന സൂക്തങ്ങളിൽ എഴുതിയിരിക്കുന്നതായ യോവേൽ പ്രവാചകൻ മുഖാന്തരം എഴുതപ്പെട്ട തിരുവെഴുത്തുകൾക്ക് പ്രകാരം ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞതായ കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം. നമ്മളിവിടെ 1 പത്രോസ് 1:10-11 സ്തോത്രം നമുക്ക് വായിക്കാം. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളുടെയും പിൻവരുന്ന മഹിമയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. അവർ തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്തെ ആ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്തോത്രം. എങ്ങനെയാണ്? സ്വർഗത്തിൽ നിന്നയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അയച്ച പരിശുദ്ധാത്മാവിനാൽ നിന്ന് നിങ്ങളോട് സുവിശേഷം അറിയിച്ചതായ അപ്പോസ്തലന്മാർ ഇപ്പോൾ ഇത് നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയരേ, ആകയാൽ നിങ്ങളുടെ മനസ്സുറച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. സ്തോത്രം. പത്രോസ് ലേഖനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. എന്താണ്? ഹല്ലേലൂയ. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വരുന്ന കഷ്ടങ്ങളെയും മഹിമയെയും കുറിച്ച് സ്തോത്രം ഹല്ലേലൂയ തൻ്റെ പ്രവാചകന്മാർക്ക്, പഴയ നിയമത്തിലുള്ള വിശുദ്ധന്മാരായിരിക്കുന്ന പ്രവാചകന്മാർക്ക് ആത്മാവിൽ നൽകിയത് ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെയാണ് എന്നാണ്. അതുകൊണ്ടാണ് സ്തോത്രം നമ്മൾ സ്തോത്രം ഹല്ലേലൂയ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായവും 15-ാം അധ്യായവും 14-ാം അധ്യായമൊക്കെയും വായിച്ചപ്പോൾ ഇത് ഈ ആത്മാവ് ഒന്ന് തന്നെയാണ് എന്ന് പറയുവാനിടയായത്. സ്തോത്രം. അതുകൊണ്ട് പ്രവാചകന്മാരിൽ ഇരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടതായ കഷ്ടങ്ങളെയും പിൻവരുന്ന കുറിച്ച്
പറഞ്ഞു കൊടുത്തു എന്നാണ്. ഇതുപോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്താണ് കർത്താവ് പറഞ്ഞത് ഓർമ്മപ്പെടുത്തും. അത് കർത്താവിൻ്റെ ആത്മാവായിരുന്നു അവരിൽ വ്യാപരിച്ചിരുന്നത്. കർത്താവ് ഹല്ലേലൂയ സ്തോത്രം പരിശുദ്ധാത്മാവിൽ ജനിച്ചു എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ ജനിച്ചു, പരിശുദ്ധാത്മാവായവൻ ഒരു ജഡത്തിൽ വെളിപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ എഴുതപ്പെട്ടത്. സ്തോത്രം. അവനൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ ശരീരത്തിൽ എന്ത് ചെയ്യുകയാണ്? യഹോവ വെളിപ്പെടുകയാണ്. അവൻ ആത്മാവായ ദൈവമായ ഹല്ലേലൂയ യഹോവ ദൈവമാത്മാവാകുന്നു എന്ന് നാം ഹല്ലേലൂയ സ്തോത്രം തിരുവചനത്തിലൂടെ നമുക്ക് സ്തോത്രം വെളിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവർ പറഞ്ഞത് എന്താ? അങ്ങനെയാണ്, സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ ഹല്ലേലൂയ സ്തോത്രം അവിടുന്ന് സുവിശേഷം അറിയിച്ച അപ്പോസ്തോലന്മാരുടെ ഉപദേശങ്ങൾ വിട്ട് നാം ഒരിക്കലും പോകരുത്. അത് ക്രിസ്തുവിൻ്റെ ആത്മാവാണെന്ന് സ്തോത്രം അവിടെ വെളിപ്പെട്ടു. ഗലാത്യ ലേഖനത്തിലും ഹല്ലേലൂയ സ്തോത്രം 4-ാം അധ്യായത്തിൻ്റെ 6 അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ഗലാത്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അവൻ പിതാവാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. അവൻ അത്ഭുതമന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്. സ്തോത്രം. ശിയാപ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 6 മുതൽ നമുക്ക് കാണുവാൻ കഴിയും. അവൻ്റെ അബ്ബാ പിതാവേ, അബ്ബാ എന്ന് പറഞ്ഞാലും പിതാവേ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് പിന്നീട് നമുക്ക് ചിന്തിക്കാമല്ലോ. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ. കൊരിന്ത്യ ലേഖനം അതിൻ്റെ 2 കൊരിന്ത്യ ലേഖനം 3:17 കർത്താവ് ആത്മാവാകുന്ന കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ഒരു മൂടുപടം കിടക്കുന്നു, അത് ക്രിസ്തുയേശുവിൽ നീങ്ങിപ്പോകുന്നു എന്നാണ്. പഴയ നിയമത്തിൽ ഹല്ലേലൂയ കാണുന്നതായിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം വായിക്കുമ്പോൾ, പ്രവചനങ്ങൾ വായിക്കുമ്പോൾ പല മൂടുപടങ്ങൾ നമുക്ക് കിടക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണമായ ദൈവമല്ല എന്ന് നമുക്ക് തോന്നും. സ്തോത്രം. ഹല്ലേലൂയ. അവൻ പ്രവാചകനാണെന്ന് തോന്നുന്നവരുണ്ട്, അവർ ദൈവമാണ്, ഒരു ദൈവമാണെന്ന് തോന്നുന്നവരുണ്ട്. സ്തോത്രം. അവൻ ഹല്ലേലൂയ കേവലം മനുഷ്യനായിരിക്കുന്ന ജഡശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ചപ്പോൾ അത് ഹല്ലേലൂയ ദൈവപുത്രനായെന്നും അതുകൊണ്ട് ആത്മാവ് മരണത്തിന് ശേഷം സ്തോത്രം പിന്മാറ്റപ്പെട്ടുവെന്നും അതുകൊണ്ട് കേവലം മനുഷ്യനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു എന്നൊക്കെയും ചിന്തിക്കുന്നവരുണ്ട്. സ്തോത്രം. എന്നാൽ പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ഈ മൂടുപടം കിടക്കുന്നു. എന്നാൽ ക്രിസ്തുവിൽ ഇത് നീ പൂർണ്ണമായും ക്രിസ്തുവിൽ ഇത് നീങ്ങിപ്പോകുന്നു. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. എഫെസ്യ ലേഖനം വായിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ 4:4 തൊട്ട് വായിക്കുമ്പോൾ നമുക്ക് ആത്മാവ് ഒന്നാണ്, കർത്താവ് ഒരുവനാണ്, എല്ലാവരിലും ഇരിക്കുന്നവനും എല്ലാവരിലും വ്യാപരിക്കുന്നവനും എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവനാണ്, ദൈവമാത്മാവാകുന്നു. സ്തോത്രം എന്ന് യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം 24 വായിക്കുന്നു. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാലും സ്തോത്രം കാര്യസ്ഥനെന്ന് പറഞ്ഞാലും ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാലും യഹോവയുടെ ആത്മാവെന്ന് പറഞ്ഞാലും സ്തോത്രം എല്ലാം സ്തോത്രം ഒരു ദൈവം എന്ന് മാത്രമാണ് അർത്ഥമാകുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധ ആത്മാവ്, പരിശുദ്ധനായവൻ്റെ ആത്മാവ്. അതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഒത്തിരിയില്ല. സ്തോത്രം. അത് ഒരാത്മാവാണ്. സ്തോത്രം. ആത്മാവ് ഒന്ന്. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ടെങ്കിലും എല്ലാവരിലും പ്രവർത്തിക്കുന്ന ആത്മാവ് ഒന്നാണെന്ന് കൊരിന്ത്യ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യേശുവിലിരുന്നതായ ആത്മാവും യഹോവയുടെ ആത്മാവും സ്തോത്രം പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒന്നാകുന്നു. ഇത് നമ്മൾ ശരിക്കും കൾച്ചർ ചെയ്തൊന്ന് പഠിക്കേണ്ടത് ആവശ്യമാണ് പ്രിയരെ. അതുകൊണ്ട് സ്തോത്രം പരിശുദ്ധാത്മാവിൽ അവൻ ജനിച്ചു.
എന്ന് പറയുമ്പോൾ സ്തോത്രം, പരിശുദ്ധാത്മാവ് വേറൊരാളും യേശുക്രിസ്തു വേറൊരാളും പിതാവും വേറൊരാളായും നാം നാം കാണുന്ന ആ മൂടുപടം നമ്മളിൽ നിന്ന് മാറണം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ടാണ് അവൻ ജഡത്തിൽ വെളിപ്പെടുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ശരീരമാണ് സ്തോത്രം, പുരുഷനെ അറിയാത്ത സ്തോത്രം മറിയയിൽ ജഡമെടുത്ത ഒരു പ്രത്യേക ശരീരം. ഹല്ലേലൂയ. ആ ശരീരത്തിലാണ് യേശുക്രിസ്തു അല്ലെങ്കിൽ യഹോവയായ ദൈവം വസിച്ച് ഭൂമിയിൽ ഹല്ലേലൂയ സ്തോത്രം സുവിശേഷം അറിയിച്ചത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, ഞാനും പിതാവും ഒന്നാകുന്നു, എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ, സത്യത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ സകല സത്യത്തിലേക്കും വഴി നടത്തുകയാണ്. അവരുടെ ഹല്ലേലൂയ 2:38 വായിക്കുമ്പോൾ ഹല്ലേലൂയ, അവർ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. സ്തോത്രം, പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. പ്രത്യേകിച്ച് ലേഖനത്തിൽ പറഞ്ഞതെന്താണ്? സ്വർഗത്തിൽ നിന്നയച്ച പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവരായിരിക്കുന്ന അപ്പോസ്തോലന്മാരുടെ ഉപദേശത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും വ്യതിചലിച്ചു പോകരുത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവരുടെ മേൽ സ്വർഗത്തിൽ നിന്ന് അയച്ചതായിരിക്കുന്ന അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞതായ ദൈവത്തിൻ്റെ ആ വാഗ്ദത്തം പ്രകാരമുള്ളതായിരിക്കുന്ന പ്രവചനത്തിൻ്റെ നിവൃത്തിയായിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 4 തൊട്ട് നമ്മൾ കാണുന്നതായിരിക്കുന്ന ദൈവിക പ്രവർത്തനം 2:38 ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇതാരാണ് പറഞ്ഞത്? സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ അയച്ച് സ്തോത്രം സുവിശേഷം അറിയിച്ച അപ്പോസ്തോലന്മാരിലൂടെ ലഭിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിലെ ദൂതന്മാരാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ തന്നെ. സ്തോത്രം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസും പത്രോസും ബാക്കി എല്ലാ ശിഷ്യന്മാരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി നിന്നു. ആ നാമം എന്താണെന്ന് അവർക്ക് മനസ്സിലായി. ആ നാമം യഹോവയുടെ നാമം തന്നെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതൊന്നാകും. ഹല്ലേലൂയ. ആ വെളിപ്പാട് അവർക്ക് പരിശുദ്ധാത്മാവ് അവരെ വെളിപ്പെടുത്തിയപ്പോൾ പഴയ നിയമം യഹോവ എന്ന നാമത്തിലും പുതിയ നിയമം യേശു നാമത്തിലും ആയിരിക്കുമ്പോൾ തന്നെ രണ്ടും അതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന ദൈവമെന്ന് തന്നെയാണ്, രക്ഷകനെന്ന് തന്നെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അത് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ഹല്ലേലൂയ പിന്നീടായി വെളിപ്പെടും. ഈ സത്യമാണ് അപ്പോസ്തലന്മാർ അറിയിച്ചത്. അതുകൊണ്ട് ഹല്ലേലൂയ, അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് പ്രവാചകന്മാരിൽ വ്യാപരിച്ച ക്രിസ്തുവിൻ്റെ ആത്മാവ്, യോഹന്നാനിൽ വ്യാപരിച്ച ക്രിസ്തുവിൻ്റെ ആത്മാവ്, ഹന്നയിൽ സ്തോത്രം ശിമോനിൽ വ്യാപരിച്ച ക്രിസ്തുവിൻ്റെ, എലിസബത്തിൽ വ്യാപരിച്ച ക്രിസ്തുവിൻ്റെ ആത്മാവ്, പഴയ നിയമ പ്രവാചകൻ ദാവീദിൽ വ്യാപരിച്ച ക്രിസ്തുവിൻ്റെ ആത്മാവ്, അങ്ങനെ എല്ലാവരിലും വ്യാപരിച്ച ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെയാണ്. പക്ഷേ അത് ഹല്ലേലൂയ പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ഈ മൂടുപടം കിടക്കുന്നു. സ്തോത്രം. സുവിശേഷം അത് പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം, അതായത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിന് ശേഷമാണ് ഈ സത്യത്തിൻ്റെ പൂർണ്ണത ആത്മാവ് യഥാർത്ഥമായി വെളിപ്പെടുത്തി അപ്പോസ്തോലന്മാർക്ക് കൊടുത്തത്. കർത്താവ് പറഞ്ഞത് പലതും അവർക്ക് മനസ്സിലാകാതിരുന്നു. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവരുടെ മേൽ വന്നപ്പോഴാണ് ഈ സത്യത്തെ അവർക്ക് വെളിപ്പെട്ടത്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ എന്താണ്? സ്തോത്രം, ലോകമുണ്ടായിരുന്നതിന് മുമ്പേ
അവൻ്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ ചേർക്കണമേ. ലോകമുണ്ടാകുന്നതിന് മുൻപേ സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. പിതാവിൻ്റെ മഹത്വത്തിൽ വരുമെന്നാണ്. ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് 10:30 പറയുന്നു. 8-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ സ്തോത്രം എന്നെ ഉയർത്തിയ ശേഷം ഞാൻ അവനെന്ന് നിങ്ങൾക്ക് വെളിപ്പെടുമെന്നാണ്. സ്തോത്രം. ഈ സത്യം അവർക്ക് പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് അവർക്ക് ആ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് അവരെ നടത്തിയത്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന് 8-9 വായിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗ്ഗത്തിലൊരു ദൂതന്മാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ ശപിക്കപ്പെട്ടവനാണ്. എന്തുകൊണ്ട്? അപ്പോസ്തലൻ പത്രോസ് പറയുകയാണ്, പരിശുദ്ധാത്മാവിനാൽ സുവിശേഷം അറിയിച്ച ആ സുവിശേഷത്തിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുന്നു. അത് അശുദ്ധിയിൽ നിന്നോ അബദ്ധത്തിൽ നിന്നോ ഒന്നും വന്നതല്ല. ദൈവത്തിൻ്റെ ആത്മാവിനാൽ സ്തോത്രം സത്യത്തെ വെളിപ്പെടുത്തി സത്യം അവരെ സ്വതന്ത്രരാക്കി എന്നതാണ്. ഈ സത്യം നിങ്ങൾ സ്തോത്രം അറിയാതിരിക്കരുതേ. സ്തോത്രം ഓർമ്മിപ്പിക്കുകയാണ്. അവൻ എന്ത് ചെയ്തു? അവൻ്റെ യേശുക്രിസ്തുവിൻ്റെ ജനനം ഈ വണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ ജോസഫിന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ശേഷം അവർ കൂടി വരും മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അപ്പോൾ പരിശുദ്ധാത്മാവ് ആരാകുന്നു? തൃത്വത്തിൽ ഒന്നാമനോ രണ്ടാമനോ മൂന്നാമനോ എന്ന് തിരിച്ച് സ്തോത്രം പഠിപ്പിക്കുന്ന പൈശാചിക ഉപദേശം. സ്തോത്രം, സ്തോത്രം. അതല്ല, ആ പരിശുദ്ധാത്മാവ് ദൈവം തന്നെ ആകുന്നു എന്നുള്ള തിരിച്ചറിവ് നമ്മൾ പ്രാപിക്കുമ്പോഴാണ് ക്രിസ്തു ആരാകുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ക്രിസ്തുവിനെ പരിജ്ഞാനത്തിൽ ധരിച്ച് സ്തോത്രം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് അവൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് സ്തോത്രം പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി നമുക്ക് ജീവിക്കാം. അതിനായി ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ, നമ്മളെ ബലപ്പെടുത്തട്ടെ, ദൈവത്തിൻ്റെ കൃപയിൽ നമ്മളെ സൂക്ഷിക്കട്ടെ. കർത്താവിൻ്റെ വരവിനായി നമ്മളെ തന്നെ സ്തോത്രം പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മളെ പൂർണ്ണമായി കർത്താവിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും കൃപയിലൂടെ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. സത്യത്തിന് വിരോധമായി പോകാതെ സത്യത്തിൻ്റെ പരിജ്ഞാനം അവിടെ നിന്ന് പ്രാപിച്ച് ക്രിസ്തുവിനെ പരിജ്ഞാനത്തിൽ ധരിച്ച് മുന്നേറുവാൻ ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ജീസസ്.